ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മഹീന്ദ്ര ഇറാമോട്ടോസ് ഷോറൂമിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മുണ്ടൂരാണ്. നമ്മൾ XUV 3XO MX1 വീഡിയോ ബേസ് വേരിയൻ്റ് ഫുൾ ലെങ്ത്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,26,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് XUV 3XO ബേസ് വേരിയൻ്റ്. ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മഹീന്ദ്ര XUV 3XO MX1 വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. 1200 cc ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് 111 PS പവറും 200 Nm ടോർക്കുമാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് വണ്ടി ഒന്ന് മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കി അതിനുശേഷം ഈ വണ്ടി എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, നമുക്കിത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആണോ എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മുഴുവനായിട്ടുള്ളൊരു വണ്ടി കാണാനായിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. നമുക്ക് ബേസ് മോഡൽ എടുത്താൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഈ വാഹനത്തിൽ 6 എയർ ബാഗാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീല്, നമ്മുടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുള്ള 4 വീലും ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, മാനുവൽ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പിന്നെ ABS വിത്ത് EBD വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കളറിൻ്റെ പേര് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നാണ് ഈ കളറിൻ്റെ പേര് വരുന്നത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നത് നമുക്ക് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു DR വരുന്നത് നമുക്ക് ഫുൾ ടൈം റണ്ണിങ് ലാമ്പല്ല, നമ്മൾ പാർക്കിങ്ങിലാണ് ഈ ഒരു ലൈറ്റ് വർക്ക് ആവുള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നത് പോലെ തന്നെ നമുക്ക് ഗ്രില്ല്, ഫ്രണ്ട് ഗ്രില്ല് എല്ലാ മോഡലിലും ഒരേപോലെ തന്നെയാണ്. വണ്ടി കാണാൻ തന്നെ നല്ല ലുക്കാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. വണ്ടി ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ലുക്കാണ്. ഇത് നമ്മുടെ ബേസ് വേരിയൻ്റ് ആണ്. നമുക്ക് ഈ ഒരു മോഡൽ എടുത്തിട്ട് നമുക്ക് അലോയ് വീലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ അലോയ് വീലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അലോയ് വീലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കാണാൻ നമുക്കൊരു ഫുൾ ഓപ്ഷൻ്റെ ലുക്ക് തന്നെ കിട്ടും. കാരണം ഇതിൽ വരുന്ന ഡോർ ഹാൻഡിൽസ് വരുന്നതെല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മിററിൽ ഈ ഭാഗത്തായിട്ട് ഇലക്ട്രിക് ഓവർവ്യൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മിററാണ്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയർ വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് മഹീന്ദ്ര സിഗ്നേച്ചർ ലോഗോ കൊടുത്തിട്ടുണ്ട്, XUV 3XO എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ആണ്. നമുക്ക് ഓപ്ഷനിൽ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയായിട്ട് ഇൻഫിനിറ്റി ടൈൽ ലാമ്പ് ചെയ്യാൻ പറ്റും. കണക്റ്റഡ് ആയിട്ടുള്ള ടൈൽ ലാമ്പ് നമുക്ക് ആക്സറീസിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 10,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സറീസിൽ ആ ഒരു ഇൻഫിനിറ്റി ടൈൽ ലാമ്പ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കോമ്പാക്ട് SUVയിൽ വരുന്ന ഒരു റിയൽ SUV ആണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ റോട്ടിൽ അതേപോലെ കേരളത്തിലൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വളരെ കുഴി കാര്യങ്ങളൊക്കെ ഉള്ളൊരു റോഡാണ്. നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ അത്രയും ഓഫ് റോഡിനും കൂടി പറ്റിയിട്ടുള്ളൊരു സസ്പെൻഷനാണ് നമ്മളെ 3XOയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നോർമൽ കാറുകൾ പോലെയല്ല, നോർമൽ പറഞ്ഞാൽ അതർ ബ്രാൻഡ് പോലെയല്ല, നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു വെയിറ്റ് ഉള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഇത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വെഹിക്കിളാണ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വെഹിക്കിൾ കൂടിയാണ് XUV 3XO. നമുക്ക് അകത്ത് കയറി നോക്കാം. അകത്ത് കയറി നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് നമുക്ക് ഡോർ പാഡിലായിട്ട് ഈ ഭാഗത്ത് തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. റിയർ പവർ വിൻഡോ ലോക്ക് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഡോർ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡൗണിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ നമുക്ക് ഒറ്റ ടച്ചിൽ തന്നെ ഡൗൺ ആവുന്നതാണ്. ഇതാണ്ടോ, ഓക്കെ, ആ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഓവർവ്യൂം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റൊക്കെ വരുന്നത് ഫുൾ ബ്ലാക്ക് കളറിലാണ് സീറ്റൊക്കെ വരുന്നത്. അതുകൊണ്ട് ചളി ആവുന്നുള്ളൊരു പ്രശ്നമൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് പണ്ട് ആദ്യം ഇറങ്ങിയ വെഹിക്കിളിൽ ഈ ഒരു ഭാഗത്തൊക്കെ വൈറ്റ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഈ വൈറ്റ് അല്ല, ഫുൾ ബ്ലാക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് നമ്മുടെ ഫ്യൂവല് ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഇവിടെ വരുന്നത്.
പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ABS ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇത് വന്നിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ്. നമുക്ക് മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജിയാണ്. നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരമൊക്കെ പോയി ന്യൂട്രാക്കി നിൽക്കുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഇത് നമുക്ക് മൈലേജ് കൂട്ടാനല്ല, ഫ്യൂവൽ ലാഭിക്കാൻ വേണ്ടിയാണ് ഒരു ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് സീറ്റിൽ ഇരുന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റിയറിംഗ് വീലിലായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഈ ഭാഗത്തോ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഫുൾ ബ്ലാങ്ക് ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ആയിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വൈപ്പർ ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് XUV 3XO MX1 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് എവറേജ് മൈലേജ്, അതേപോലെ ഡോറ് തുറന്നാലുള്ള ഒരു സിഗ്നൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എവറേജ് മൈലേജിൻ്റെ കാണിക്കും. അതേപോലെ നമുക്ക് എത്ര ഫ്യൂവൽ ഉണ്ട് എന്നല്ല നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നോർമൽ RPM ഈ ഭാഗത്തും, ഇത് നമ്മുടെ സ്പീഡോൻ്റെ ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ തന്നെ MX1 തന്നെ നമുക്ക് ഇവിടെ സ്മാർട്ട് സ്റ്റിയറിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മളെ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ബ്ലിങ്ക് ആവുന്നത് കാണാം. അത് ഓരോ മോഡായിട്ട് നമുക്ക് ചേഞ്ച് ആവും. ഇതിൽ അതേപോലെ സ്പോർട്സ്, പിന്നെ കംഫർട്ട്, അങ്ങനെ 3 മോഡിലാണ് നമുക്കിതിൽ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വരുന്നത് ഫുള്ളി ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് 3XOയിൽ വരുന്നത്, ബേസ് മോഡലിൽ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആണ്. നമുക്കൊരു 32,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ ക്യാമറ, 4 സ്പീക്കർ, അതേപോലെ 10 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ഈ വെഹിക്കിളിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സെറ്റ് ട്രിപ്പ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓരോ ഇത് ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് ഓരോ വണ്ടി എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ഡിസ്റ്റൻസ് ടു MT, നമുക്ക് അടുത്ത നമ്മുടെ പമ്പിലേക്കുള്ള ദൂരം, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് AC-യുടെ ആണ്. AC നമുക്ക് എപ്പോഴും ഗ്രീനിൽ വെക്കുമ്പോഴാണ് കൂളിംഗ് കൂടുതൽ കിട്ടുക. നമ്മൾ റെഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറ്റിംഗ് കൂടുതലായിട്ട് നമുക്ക് ചൂടായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രീനിൽ വെക്കുക. പിന്നെ ഇത് മാനുവൽ AC ആണ്, ജസ്റ്റ് തിരിക്കണ മാനുവൽ AC ആണ് വരുന്നത്. ഇത് നമുക്ക് AC-യുടെ കൺട്രോൾസ്, AC ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം അതിൽ വെക്കാനുള്ളതാണ് ഈ ഒരു കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് ഇത് കൊടുത്തിട്ടുണ്ട്, C ടൈപ്പിൻ്റെ ഒരു ചാർജിങ് സ്പേസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു 1/2 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇവിടെ ബേസ് മോഡലിൽ തന്നെ. അതിൽ നമുക്കൊരു സ്റ്റോറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അത്യാവശ്യം നമുക്ക് ഒരു മൊബൈലോ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ലൊരു സാധനങ്ങൾ സേഫ്റ്റി ആയിട്ട് വെക്കേണ്ട ഒരു സ്റ്റോറേജും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു എയർ ബാഗ് എങ്ങനെ ഓഫ് ചെയ്യുന്ന, ഈ ഒരു കോ ഡ്രൈവറിലുള്ള എയർ ബാഗ് എങ്ങനെ ഓഫ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കിപ്പോൾ എയർ ബാഗ് ഈ സൈഡത്തെ ഓപ്പൺ ആയിരിക്കും, ഡ്രൈവർ സൈഡിൽ. നമുക്ക് ഈ ഒരു കോ ഡ്രൈവർ സൈഡിലത്തെ എയർ ബാഗ് ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇതിൽ വന്നിട്ട് നമുക്ക് ഓഫ് ഓൺ എന്നുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എയർ ബാഗ് ഓണിലാണ് കാണുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കിയാൽ അത് ഓഫ് ആവും. ഓക്കെ, എപ്പോഴും നമ്മൾ എയർ ബാഗ് ഓണിൽ തന്നെ വെക്കണം. ഇത് നമ്മൾ ഈ ഒരു സിംഗിൾ ഡ്രൈവിംഗ് ആണെങ്കിൽ മാത്രമേ ഇത് ഓഫ് ചെയ്ത ആവശ്യമുള്ളൂ. ഞാനത് ഓണിൽ വെക്കുന്നുണ്ട്. നമുക്ക് റിയർ സീറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം, നമ്മുടെ സ്പേസ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡോൾ ടോണാണ് വരുന്നത്, ഫുൾ ബ്ലാക്ക് ആൻഡ് ബീജാണ് നമുക്ക് വരുന്നത്.
കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, പവർ വിൻഡോൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സീറ്റൊക്കെ വരുന്നത് ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ, ഫാബ്രിക് സീറ്റാണ്, ഫുൾ ബ്ലാക്ക് ആണ്. നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് 2600 mm ആണ് വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് ക്യാബിൻ സ്പേസ് കൂടും. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കാല് തട്ടിയിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നല്ല സ്പേസ് ഉള്ളൊരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ആ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അതേപോലെ ലൈറ്റ് വരുന്നത് നമുക്ക് റൂഫിൽ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ലൈറ്റ് വരുന്നത്. അത് യെല്ലോ കളറിലാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് വണ്ടിക്ക് അകത്തൊന്ന് കയറി നോക്കാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ, ഇരുന്നാലും കാല് തട്ടില്ല. പിന്നെ AC വെൻറ്റ്, നമുക്ക് റിയർ AC വെൻറ്റും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതേപോലെ ഒരു മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചാർജിങ്ങിൻ്റെ ഒരു സ്ലോട്ട്, തൊട്ട് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സ്ലോട്ടും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് 3XOൻ്റെ. നമുക്കൊന്ന് എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ തുറക്കുന്ന ലോക്ക് വരുന്നത്. ലോക്ക് തുറന്നു. ലോക്ക് തുറക്കുന്ന സമയത്ത് തന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ വർക്കാവും. 4 ഇൻഡിക്കേറ്ററും ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്നതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർക്ക് ലൈറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതെനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, കാരണം അത്രയും വെയിറ്റ് ഉണ്ട്. അത്രയും വെയിറ്റ് ഉണ്ട്, വെറുതെ പറയുന്നതല്ല. വണ്ടി ഷോറൂമിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു വെയിറ്റുള്ളൊരു ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ XUV 3XO MX1ൻ്റെ എൻജിൻ റൂം വരുന്നത്. 1.2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്, ടെർബോ ആണ്. ഓക്കെ, ഇത് ടെർബോൻ്റെ യൂണിറ്റ് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് വന്നിട്ട് എയർ ഫിൽറ്ററാണ്. പിന്നെ നമുക്ക് ബാറ്ററി വരുന്നത് ഈ ഭാഗത്താണ്. ഇത് ഫ്യൂസാണ്, വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഫ്യൂസിൻ്റെ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് കൂളൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓയിൽ ചെക്ക് ചെയ്യാനുള്ളൊരു ലിവർ ഇവിടെയാണ്, ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. 1200 cc ടെർബോ പെട്രോൾ എഞ്ചിനാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഈ വണ്ടിയുടെ ടോർക്കാണ്. നമുക്ക് ടോർക്ക് 200 Nm ടോർക്കാണ്. കോമ്പറ്റീഷൻ വെഹിക്കിൾ വരുന്ന നെക്സോൺ, അതേപോലെ വെന്യൂ, അങ്ങനെയുള്ള ഏത് വണ്ടിക്കും ഇത്ര ടോർക്ക് വരുന്നില്ല. നമ്മളെ 3XOൻ്റെ ടോർക്ക് കിട്ടുന്നില്ല. അതേപോലെ BHP വരുന്നത് 111 BHP ആണ് വണ്ടിയുടെ പവർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, യാത്രാസുഖം ഉണ്ട്, അതുപോലെ തന്നെ മൈലേജ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി മെയിനാണ്. നമ്മൾ പൈസ ഇറക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി മെയിനാണ്. അതെല്ലാം നിങ്ങൾ ഈ വാഹനം പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആയിട്ട് XUV 3XO ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. 364 ലിറ്ററാണ് നമുക്ക് XUV 3XO ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെ 3XOയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സീറ്റ് വന്നിട്ട് 60/40 നമുക്ക് സ്പിറ്റഡ് സീറ്റാണ് വരുന്നത്. സീറ്റ് മറിച്ചിടാനുള്ള ഓപ്ഷൻ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് മറിക്കാം, അതേപോലെ നമുക്ക് ഈ ഒരു സീറ്റും മറിച്ചിടാം. അപ്പോൾ ഇങ്ങനെ മറിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലഗേജ്, ഇപ്പോൾ 2 പേരാണ് ഫ്രണ്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഫുൾ ലഗേജായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രയും സ്പേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന മഹേന്ദ്രയുടെ ഏറ്റവും നല്ലൊരു ബേസ് വേരിയൻറ്റിൽ വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. ഇത് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ വെയിറ്റിങ്ങിലാണ് ബുക്ക് ചെയ്തിട്ട്. ഏകദേശം നമുക്ക് 8 മാസത്തിൻ്റെ മുകളിലാണ് ഈ വണ്ടിയുടെ വെയിറ്റിംഗ് പീരീഡ് മഹീന്ദ്ര പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമുകളിൽ വണ്ടി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു വാഹനം കൂടിയാണ് മഹീന്ദ്ര XUV 3XO. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളൊരു വെഹിക്കിളാണ് 3XO. ഞാൻ വെഹിക്കിൾ ഒന്ന് മുഴുവനായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. പിന്നെ ഞാൻ എന്തെങ്കിലും ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, വീൽ കപ്പ് നമുക്ക് ആക്സസറീസിൽ കിട്ടുന്നതാണ്. ഒരു 3000 കൊടുത്തു കഴിഞ്ഞാൽ 4 വീൽ കപ്പ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അലോയ് വീൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം വണ്ടി പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അലോയ് വീൽ ഇട്ട് കഴിഞ്ഞാൽ.
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏതൊക്കെ വണ്ടിയുടെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ള കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങളെ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.